താങ്ക് യു. പത്തലു, വിശന്നിട്ട് വയറ് കരിയുന്നു. കഴിക്കാൻ എന്തെങ്കിലും ഏർപ്പാടാക്കണ്ട പത്തലു. എന്റെ മോട്ടോ, നിനക്ക് എപ്പോഴാ വിശക്കാത്തത്? നിന്റെ വയറ്റിൽ എന്താ കോഴിക്കുട്ടിയാണോ? എത്ര അകത്തേക്ക് കയറ്റിട്ട് മതിയാവുന്നില്ലല്ലോ. വാ മോനെ വാ. മോട്ടോ, കോഴിയെ പിടിക്കാനുള്ള സൂത്രം വല്ലതും ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. നോക്കി നിക്കാതെ നമുക്ക് നേരിട്ട് ചെന്ന് പിടിക്കാലോ. ആക്രമിക്കൂ. എന്റെ മോട്ടോ, ഇത്ര വലുതായിട്ട് നിനക്കൊരു കോഴിയെ പോലും പിടിക്കാൻ പറ്റില്ലേ? ഇപ്പൊ കണ്ടോ ഞാനെങ്ങനെ പിടിക്കാന്ന്. മോട്ടോ, ദേ പിടിച്ചോ. അവിടെ നിക്കാന്ന്, അവിടെ നിക്കാന്ന്. ചക്കരയോ? സംസാരിക്കുന്ന പിടക്കോഴിയോ? കേൾക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? അതാണ് എന്റെ സംശയം. ഈ ചക്കര ഒരു കാലക്കോഴിയാന്ന് അറിഞ്ഞില്ല പത്തലു. ഓടിക്കോ ഓടിക്കോ. എന്റെ മോട്ടോ, ഞാൻ എപ്പോഴോ ഓടിക്കഴിഞ്ഞു. നീ വേഗം ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവൻ നിന്നെ തന്തൂരിക്കിടും. ഒളിച്ചെടുത്തല്ലോ. ഇതെന്താണ്? നിങ്ങൾ തമ്മിൽ കള്ളനും പോലീസും കളിക്കാണോ? ഒരു പെടക്കോഴിയെ പിടിക്കാൻ പോയതാ. അപ്പോഴേക്കും അതിന്റെ പൂവൻ കോഴി വന്ന് ഞങ്ങളെ കൊത്തി കൊത്തി പറപ്പിച്ചു. ഒളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിലേ ഞാൻ ഇങ്ങനൊന്നും കേട്ടിട്ടേ ഇല്ല. കോഴിയെ പിടിച്ച് തിന്നല്ല വേണ്ടത്, അതിനെ പിടിച്ച് വളർത്തല്ലേ വേണ്ടത് കൂട്ടുകാരെ. കോഴിയെ വളർത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് പണം സമ്പാദിക്കാൻ പറ്റും. അതെങ്ങനെയാ? വേഗം പറ. എനിക്ക് കോടീശ്വരനാവാൻ ഭയങ്കര കൊതിയാ. ശ്രദ്ധയ്ക്ക്, നിങ്ങളൊരു 5 കോഴിയെ വാങ്ങുന്നു. അതിന്നൊരു 5 മുട്ട ഉണ്ടാവും, പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവും, പിന്നെ 5 10 ആവും, 10 20 ആവും, 20 40 ആവും, 40 80 ആവും. അങ്ങനെ പോയി ഏകദേശം 1000 കോഴികളുണ്ടാവും. മനസ്സിലായോ? ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട് അല്ലേ പത്തലു? ഐഡിയ ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഗസീറ്റാറാമിന്റെ ഐഡിയ ആയതുകൊണ്ടാ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം. ഓഹോ, നീ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന? ഞാനില്ല നിന്റെ കൂടെ. എന്നാ കോഴിയെ വാങ്ങിച്ചു കളയാം. വരൂ ഗസീറ്റാറാം. ഇവനെ കൊണ്ട് ഭയങ്കര ശല്യാണല്ലോ. എപ്പോ നോക്കിയാലും നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. ഇവൻ ഇതിനു മുമ്പ് കോഴികളൊന്നും കണ്ടിട്ടില്ലേ? പത്തലു, മണിക്കൂർ 1 കഴിഞ്ഞു. ഇതുവരെയായിട്ട് ഒരു മുട്ട പോലെ ഇതുങ്ങൾ ഇട്ടിട്ടില്ല. ഓ എന്റെ മോട്ടോ, ഒന്ന് സമാധാനായിട്ടിരിക്കെ. നിനക്ക് എല്ലാ കാര്യത്തിലും വളരെ ധൃതിയാണല്ലോ. പയ്യ തിന്ന പനയും തിന്നാന്ന് കേട്ടിട്ടില്ലേ നീ? എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്ത് ചെയ്യാ ഇവിടെ? ഡോക്ടർ ജഡ്കയ്ക്ക് നമസ്കാരം. അറിയോ, ഞങ്ങൾ കോഴി വളർത്താൻ തുടങ്ങി. പക്ഷെ ഒരുത്തി പോലെ സമയത്തിന് മുട്ടയിടുന്നില്ല. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ കയ്യിലുള്ള ഈ പൗഡർ ഓരോ സ്പൂൺ വീതം ഇതുങ്ങളുടെ തീറ്റയോടൊപ്പം ഇതുങ്ങളെ തീറ്റിച്ചാലുണ്ടല്ലോ, പിന്നെ നീ കണ്ടോ, അത്ഭുതമായിരിക്കും. ഇതുങ്ങള് ചറപുറാന്ന് പറഞ്ഞായിരിക്കും മുട്ടയിടുന്നത്. പൊളിച്ചെന്റെ ഡോക്ടർ സാറേ, എന്നാ വേഗം ആ മരുന്നിങ്ങതാ. അല്ല മോട്ടു, നീ എന്താ ഈ കാണിക്കുന്നത്? ഇത് ഓരോ സ്പൂൺ വീതമാ കൊടുക്കേണ്ടത്. ഇത്രയധികം കൊടുക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? ഈ കോഴികൾ മുട്ടയിട്ടിട്ട് വേണം എനിക്ക് വേഗം ഒരു കോടീശ്വരനാവാൻ. ഞാൻ എന്തായി കാണുന്ന? എന്തൊക്കെയാ സംഭവിക്കുന്നേ? എന്റെ അമ്മേ, എന്റെ മോട്ടോ, ഡോക്ടർ ജഡ്ക്ക് അതിന് എന്ത് മരുന്നാ കൊടുത്ത്? പൊളിക്കെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. 2 കഴിഞ്ഞു. ഇനി 2 കൂടി ബാക്കിയുണ്ട്. അവന്മാരെ കഥ നമുക്ക് കഴിക്കാം. പൊളിക്കെടുത്തല്ലോ. എന്റെ ഈ പരീക്ഷണങ്ങളൊക്കെ രക്ഷിക്കണേ. Let's go for a long drive. വേണ്ട, അവറ്റുകളോട് പറ പത്തലു, അതിന് ബ്രേക്ക് കുറവാണെന്ന്. ഇനിയിപ്പോ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവറ്റകളത് ഓടിച്ചോളും. അതുങ്ങളെ ആരെങ്കിലും ഒന്ന് പിടിക്ക്. നമ്മളെ ബോക്സറിന്റെ കാറും കൊണ്ടാ പോകുന്നേ. എന്റെ മോട്ടോ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഹലോ ചിങ്കൻ സാറേ.
The name is ചിങ്കം. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. പറയൂ. ആരാണ് ബോക്സറിന്റെ കാർ മോഷ്ടിച്ചത്? 5 പെടക്കോഴികൾ. ഡോക്ടർ ജഡ്കയുടെ മരുന്ന് കഴിച്ചത് പിന്നെ സൂപ്പർമാനെ പോലെ സൂപ്പർ പെടക്കോഴികളായി മാറി. നിങ്ങളും തന്നെ പൊട്ടനാക്കാൻ നോക്കുക. ഇന്നത്തെ ദിവസം ഏപ്രിൽ 1-ാം തീയതി അല്ലല്ലോ. അതാ കണ്ടില്ലേ കാറ് വരുന്നത്. കണ്ണ് തുറന്നൊന്ന് നോക്ക്. എന്റെ അമ്മോ, ഇതെങ്ങനെ സംഭവിക്കും? ഒരിക്കലും സാധ്യമല്ല. Impossible. പൊടിക്കെടുത്തല്ല. ജീവൻ വേണേൽ ഓടിക്കോ. 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 മിഷൻ അക്കംപ്ലിഷ്ഡ്. വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. നിർത്ത്, വണ്ടി നിർത്താൻ. എന്റെ അമ്മോ, ഈ കോഴികളുടെ അടുത്തും ആയുധമുണ്ടല്ലോ. നോ നോ. അയ്യോ, അതൊക്കെ എന്റെ മുട്ടയാണ്. മുട്ടയുടെ കാര്യം ഇവിടെ കാറ് തിരിച്ചു പിടിക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. ഇനി കണ്ടോ ഈ ചിങ്കത്തിന്റെ ബൈക്കിന്റെ സ്പീഡ്? വണ്ടി നിർത്ത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ഇന്ന് ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. രക്ഷിക്കണേ. എന്റെ അമ്മോ. മമ്മി. എന്റെ അമ്മോ. കള്ളൻ എന്റെ ബൈക്ക് മോഷിച്ചു കൊണ്ടുപോയി. പോലീസിനെ വിളിക്കണം. പോലീസ്. നിക്ക, ഇതെന്താ സംഭവിക്കുന്നത്? ഇനി ഞാൻ വല്ല സ്വപ്നവും കാണുകയാണോ? അരുത്, കഴിക്കരുത്. ഇങ്ങനെ തിന്നാൽ ഇതിന്റെയൊക്കെ കാശ് ആര് തരും? സാറേ, രക്ഷിക്കണേ. ആ കോഴികൾ എന്റെ കടം കൊള്ളയടിച്ചോണ്ടിരിക്കയാ. സഹായിക്കണേ. ഞാൻ നിന്നെ രക്ഷിക്കണോ? ആ കോഴികൾ എന്റെ ബൈക്കിന് അടിച്ചോണ്ട് പോയി. അറിയോ, ഞാൻ ആരോടാ റിപ്പോർട്ട് ചെയ്യണ്ട? മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ എന്താ ചെയ്യണ്ടേ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. എന്റെ കോഴികളെ, ഈ കടയത്തെ സമൂസ വളരെ സ്വാദുള്ളത് അറിയാമോ? ഏയ്, എന്റെ സമൂസയിൽ ആരെങ്കിലും കൈവച്ചാലുണ്ടല്ലോ, അത് എന്റെയാ, എന്റെ മാത്രം. ഇനി ആരെങ്കിലും അതിൽ കൈവച്ചാലുണ്ടല്ലോ. ആദ്യം ഞാൻ പറയുന്നത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്ക്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പത്ലു, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്റെ സമൂസ കഴിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോട്ടുവിന് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നേ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? വേണം. ഐഡിയ. ഇപ്പൊ കാണിച്ചു തരാം. മോട്ടു, ഈ സമൂസ നിനക്കുള്ളതാ. സമൂസ 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 സമൂസ. പൊളിച്ചേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എങ്ങനെയാ ചെറുതായത്? ചെറുതായതല്ല, ഇത് നമ്മൾ ശരിക്കുള്ള രൂപ. ആ ഡോക്ടറിന്റെ മരുന്നിന്റെ ശക്തി കഴിഞ്ഞെന്ന് തോന്നുന്നത്. എന്റെ സമൂസയിൽ കൈവച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇതാണ്. ഇത്ര പെട്ടെന്ന് നിങ്ങൾ തോൽവി സമ്മതിച്ചോ? എന്റെ ഈ പൗഡറിന്റെ ശക്തി കുറഞ്ഞെന്ന് തോന്നുന്നു. എന്റെ പരീക്ഷണങ്ങളാണ് സത്യം. ഇനി ഈ പൗഡർ ഞാൻ ഒരു കോഴിക്ക് കൊടുക്കില്ല.
ഇവരെന്റെ പൗഡർ തട്ടിപ്പറിഞ്ഞു. ഇനി എന്താ ചെയ്യാ? ഓടിക്കോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരാത്? വാതില് ചവിട്ടി പൊളിക്കണ്ട, ഞാൻ വന്ന് തുറന്നോളാം. ഹലോ ശ്രീ കേൾക്കുന്നുണ്ടോ? കള്ളന്മാരെ ഇതിന്റെ പൈസയൊക്കെ നീ എടുക്കണ, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പൊളിക്കണമെങ്കിൽ മര്യാദക്ക് തുറന്നോ. പത്ലു, ആരെ പേടിച്ചാ നീ ഇങ്ങനെ വാതിലടച്ച് നിക്കുന്നേ? ഞാൻ നോക്കട്ടെ. നിനക്ക് പറയായിരുന്നില്ല പത്ലു, പുറത്ത് ആരാ ഉള്ളതെന്ന്? ഇന്ന് നിന്റെ കഴിഞ്ഞാൽ ഓടിക്കൂടാ, ഇറങ്ങി വാടാ. ഓടിക്കും, ശരി കടിച്ചെടുക്കും, നോക്കിക്കോ. നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കൂടാ. ഓട്ടോ, നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്സും അവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യേ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു പാർട്സും അവര് ബാക്കി വെച്ചേക്കില്ല. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. അകത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? വെളിയിലേക്ക് വാ. നിങ്ങൾ ആരാ? എന്റെ പേര് മേരി, ഇവിടുത്തെ ഹൗസ് മെയ്ഡ് ആണ്. ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാനാണ് ഉണ്ടാക്കാറ്. എന്റെ 2 മാസത്തെ സാലറി ഇനിയും തന്നിട്ടില്ല. അവരിപ്പോ പുറകുവശം വഴി ഓടുന്നത് ഞാൻ കണ്ടിരുന്നു. നമുക്ക് പൈസ തരാൻ അമ്മക്ക് പറ്റില്ല, എന്നിട്ടാണ് വീട്ടില് ജോലിക്കാരി വെച്ചിരിക്കുന്നത്. പോയി പുറകെ നോക്ക്, പോ. പ്ലീസ്, അവരെ പിടിക്കുകയാണെങ്കിൽ എന്റെ സാലറി എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരണേ. വേഗം പുറകുവശത്തുള്ള കണ്ടം വഴി ഓടിക്കോളൂ, ചെന്ന് പിടിക്കാൻ നോക്ക്. പൊളിച്ചോ. പൊളിക്കടുത്തല്ലോ. ആരാണോ ഈ സുന്ദരിക്കുട്ടി? ഇത് ഞാൻ തന്നെയാണോ ഈ സുന്ദരി? സീതാറാമ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. ഞങ്ങളൊരു വലിയ പ്രതിസന്ധിയിലാണ്. പൈസ കൊടുക്കാനുള്ളവരൊക്കെ വന്ന് ഞങ്ങളെ അന്വേഷിച്ചു തുടങ്ങി. നല്ല വിശപ്പുണ്ടായിട്ടും എനിക്ക് സമൂസ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നെ, നീ കിടന്നിങ്ങനെ വിഷമിക്കല്ലേ. പൈസ വാങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ടെന്നേ. നോക്കെ, നിങ്ങൾ രണ്ടുപേരും വേറെ രൂപം ധരിച്ച് നടന്നാ മതി. പിന്നെ നിങ്ങൾ ആർക്കും മനസ്സിലാവില്ല. ഞങ്ങൾ എങ്ങനെ രൂപം മാറണോന്നാ പറയുന്നത്? എന്ത് വേഷം ധരിക്കാനാ? അതെ, എനിക്ക് എപ്പോഴും സ്ത്രീ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ. രൂപം മാറ്റുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഞാൻ പത്രത്തിൽ ഇപ്പൊ ഒരു ഫോട്ടോ കണ്ടതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ രൂപം മാറ്റി കാണിച്ചു തരാം. പൊളിക്കെടുത്തല്ലോ, പൊളിക്കെടുത്തല്ലോ. സീതാറാം, നീ ആളൊരു പുലിയാണല്ലോ. ഇനി ഒരുത്തരും ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. താങ്ക് യു സീതാറാം. പക്ഷെ ഞങ്ങൾ എന്താ പേര് വെക്കുക? മോട്ടുന്റെ പേര് അമീർ ചന്ദ്, തന്റെ പേര് ഫക്കീർ ചന്ദ്. ഇപ്പൊ നമുക്ക് നേരെ ചായക്കടക്കാരന്റെ അടുത്തേക്ക് പോകാം. നമുക്ക് നോക്കാന്നേ, നിങ്ങളെ ഈ വേഷത്തിൽ അവന് മനസ്സിലാവുണ്ടോ ഇല്ലേന്ന്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നല്ല മണം. എന്റെ മോട്ടോ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരെ നമ്മളെ കണ്ടുപിടിക്കുന്നേ. ഗസറ്റാറാമേ, നിങ്ങൾ ആ മോട്ടുവിനെയും പത്ലുവിനെയും കണ്ടാലും പറഞ്ഞേക്കണം. അവന്മാരെ എല്ലാം ഞങ്ങൾ തല്ലി ഓടിക്കുന്നു. ഞങ്ങൾ കാശ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇവര് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മുങ്ങാന്നേ. ചിങ്കം സാറിന് നമ്മളെ മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. ഇനി ഇപ്പൊ ആർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മുടെ കഷ്ടപ്പാടിന്റെ ദിവസങ്ങളൊക്കെ അവസാനിച്ചേ. ഇനി സന്തോഷത്തിന്റെ ദിവസങ്ങളാണല്ലോ. എന്റെ അമ്മോ, ഇത് അമീർ ചന്ദ് ഫക്കീർ ചന്ദ് അല്ലേ? ഇവരെ കണ്ടാൽ വെടിവെക്കാനുള്ള ഓർഡർ ഉണ്ടല്ലോ. എന്റെ മോട്ടോ, ചിങ്കത്തിന് മനസ്സിലായി എന്നാ തോന്നുന്നേ. നമ്മുടെ പുറകെ വരുന്നുണ്ട്. പണി പാടി ഓടിക്കോ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്! ഓ, ഇൻസ്പെക്ടർ ചിങ്കം ഏതോ ഒരു പ്രതിയെ പിടിക്കാൻ പോവാണെന്നാ തോന്നുന്നത്. അദ്ദേഹത്തെ ഞാൻ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്നെയും പോലീസിൽ ചേർക്കും. ആ, പിന്നീട് ഞാൻ എന്റെ അമ്മോ, ഈ ഡോഗ് എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നേ? ഡോഗി, എന്റെ അമ്മോ, ആരെയും നിന്ന് രക്ഷിക്കണേ. താഴേക്ക് വരൂ സാറേ, താഴേക്ക് വരൂ. നമുക്ക് അവരെ പിടിക്കണ്ടേ?
ഗുണവുമില്ല. ഞാൻ തന്നെ ഇത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. പത്തിലു ഒരു മിനിറ്റ്, വേഗം വാ, ഇങ്ങോട്ട് ചാടിക്കോ. ഇതാകെ തലവേദനയായല്ലോ. ചിങ്കം സാറ് നമ്മളെ കള്ളന്മാരെന്നാ വിചാരിച്ചിരിക്കുന്നേ. മോട്ടോ നമ്മളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. തൽക്കാലം നമുക്കിത് ഊരി വെക്കാം. ചിങ്കം സാർ ഇവിടുന്ന് പോയതിനു ശേഷം നമുക്ക് വീണ്ടും ഇത് എടുത്തു വെക്കാന്നേ. ഗെറ്റപ്പ് ഇട്ട് നടന്ന ചിങ്കം സാറ്, ഗെറ്റപ്പ് ഊരി വെച്ച നാട്ടുകാര്. എന്റെ മോട്ടോ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ചെയ്. അതായത് കണ്ടോ മോട്ടും പത്തുലു. പിടിക്ക്, അവന്മാരെ വെറുതെ വിടരുത്. ഐഡിയ. പത്തിലു, നീ ഇതെന്തായി കാണിക്കുന്നത്? അവരുടെ ഇടികൊണ്ട് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഈ ബോട്ട് ഓടിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പിടിക്കവരെ, വിടരുത്. വഴിന്ന് മാറണോ? ഓ, നല്ല മണം. എന്റെ മോട്ടോ നീ എന്താ ചെയ്യാൻ പോന്നേ? കുറച്ചുകൂടെ അടുത്തേക്ക്. ഇത്രയും വലിയ സമൂസയോ? ഇവനോ? നിർത്തൂ. രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ മോട്ടോ, ഇല്ലെങ്കിൽ ഇവരെ നമ്മളെ നിലം തൊടിയിക്കില്ല. ഔ, ഈ മാറിന് നമ്മുടെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണല്ലോ. അതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വെടിവെക്കും. അതാ കുറ്റവാളികൾ. എപ്പോഴും പോലീസ് സ്റ്റോക്കാവാൻ എനിക്ക് ചാൻസ് ഉണ്ടോ? നിൽക്കാൻ. ഈ ഇൻസ്പെക്ടറെ കൊണ്ട് ഒരു ഗുണവുമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഇൻസ്പെക്ടർ ആവുന്നതായിരിക്കും നല്ലതെന്നാ. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് impossible. ഈ പട്ടിക്കുട്ടിക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇതിങ്ങനെ നമ്മുടെ പുറകിൽ വരുന്നത്? ഇന്നത്തെ ദിവസം പോക്ക. ഇത് കണ്ടില്ലേ, നാട്ടിലുള്ള പട്ടി അടക്കം നമ്മുടെ പിന്നാലെ. Stop in the name of law. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് സാധ്യമല്ല. Impossible. ഈ പോലീസിന്റെ പണി അപകടം പിടിച്ചതാ. നന്നായി, എന്തായാലും നമ്മളെ രക്ഷപ്പെട്ടു. ഒരുത്തരുണ്ട് ഇപ്പോഴും. അവൻ നമ്മുടെ പുറകിൽ നിന്ന് മാറില്ല എന്ന് ശബ്ദം എടുത്തിരിക്കുക. വഴിന്ന് മാറണ. വണ്ടി നിർത്ത്. ഞാനാണ് പറയുന്നത് ബോട്ട് നിർത്താൻ. ഈ ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. എനിക്ക് ഇൻസ്പെക്ടറെ സഹായിച്ചേ മതിയാവൂ. ചിങ്കം സാറേ, ദാ ഞാനിത് വന്നു. ചിങ്കം സാറേ, പേടിക്കണ്ട ട്ടോ. ഞാൻ നിങ്ങളെ പുറകെ തന്നെ ഉണ്ട്. എന്റെ അമ്മോ, ഈ ഡോഗ് എന്തിനാ വെറുതെ എന്റെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്? ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മോ, ഈ ഡോഗിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. ഇതെന്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ടല്ലോ. ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? എല്ലാ പൊല്ലാപ്പൊന്നും എന്റെ കൂടെ തന്നെയാണല്ലോ യാത്ര. നോൺസെൻസ്. ആ ചെറിയ പാലം കണ്ടില്ല, അതിൽ എന്തായാലും നമ്മളടിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ. സ്പീഡ് കൂട്ടാം, എന്നിട്ട് ആ പാലത്തിന് മുകളിലൂടെ ബോട്ട് ചാടിക്കാം. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. ഇപ്പൊ പറയൂ 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 പറയൂ. നിങ്ങൾ എവിടെ വെച്ച് തീർക്കണോ അതോ ഞാൻ ജയിലിലേക്ക് കൊണ്ടുപോകണോ? ആരാണ് നിങ്ങൾ? മോട്ടു പത്ലു, നിങ്ങളോ? ഞങ്ങളോട് എന്തിനാ സാറേ ഇത്രയധികം ദേഷ്യം? എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ വെടിവെക്കുന്നത്? അമീർ ചന്ദ്, ഫക്കീർ ചന്ദ് അന്താരാഷ്ട്ര കുറ്റവാളികളോ? കണ്ടാലുടൻ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവോ? എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടും കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക impossible. ചാടിക്കോ.